നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും നിയമങ്ങൾ പാലിക്കുന്ന ലോകക്രമമാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാൻ വിദേശകാര്യമന്ത്രി ഫോണിൽ വിളിച്ച് എസ് ജയശങ്കർ. ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം ശ്രീ ഖമനിയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി. ഇറാന്റെ മറ്റൊരു കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ നങ്കൂരമിടാൻ അനുമതി തേടി. ഇറാനിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം തുടരുന്നു. അറേബ്യൻ ഗൾഫിൽ അമേരിക്കയുടെ ഓയിൽ ടാങ്കർ ആക്രമിച്ചതായി ഇറാൻ. ഇറാനിൽ മരണം 1230 കവിഞ്ഞു. വിസ കാലാവധി കഴിഞ്ഞ രാജ്യത്ത് തങ്ങുന്നവരുടെ ഓവർസ്റ്റേ ഫൈൻ ഒഴിവാക്കുമെന്ന് UAE. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെ PK ശശിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി CPM. പോരാട്ടം തുടരുമെന്ന് ശശി. കൺവെൻഷനിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മഹാന്മാർ നയിച്ച പാർട്ടിയെ ഇന്ന് ജില്ലയിൽ നയിക്കുന്നത് സ്പിരിറ്റ് കച്ചവടക്കാരെന്ന ശശി ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണെന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണോ? നിങ്ങൾ പറ. രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ നിന്ന് സ്പിരിറ്റ് കച്ചവടക്കാരനെ പുറത്താക്കണം. അപ്പോൾ നിലവിലിപ്പോൾ PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് PK ശശി പറയണതിനൊക്കെ ഇനി മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ PK ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. സുധാകരനെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമവുമായി CPM. ഫോണിൽ വിളിച്ച MV ഗോവിന്ദൻ. നിലപാടിൽ ഉറച്ച് സുധാകരൻ. സുധാകരൻ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സുധാകരനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സ്ഥാനാർത്ഥി പട്ടിക CPM സംസ്ഥാന സമിതി പരിശോധിച്ചു. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതിനു ശേഷം. UDF ഭരണകാലത്തെ പരിഹസിച്ചും LDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും സർക്കാർ പരസ്യം പ്രസിദ്ധീകരിച്ചത് ഇന്നത്തെ ദിനപത്രങ്ങളിലെ 1-ാം പേജിൽ ഉൾപ്പെടെ. സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ പരസ്യം സർക്കാർ ദൂർത്തെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഹീനമായ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് VD സതീശൻ. അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥി ജാസ്ലിയ ജോൺസൺ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ 5-ാം ദിവസവും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഡോക്ടർ ശ്രീയക് P ജോർജിനായി ലുക്കൌട്ട് നോട്ടീസ്. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയെന്ന് കുടുംബം. T20 ലോകകപ്പിലെ ഫൈനൽ ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങുന്നു. ഇംഗ്ലണ്ടിനെതിരായ സെമി പോരാട്ടം രാത്രി 7 മുതൽ വാങ്കഡയിൽ. മത്സരത്തിൽ ടോസ് നിർണായകം. സഞ്ജു തിളങ്ങുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നും നിയമങ്ങൾ പാലിക്കുന്ന ലോകക്രമമാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വിശ്വസിക്കുന്നത് നിയമവാഴ്ചയിലാണ്, ചർച്ചകൾ, നയതന്ത്രം എന്നിവയിലാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ആഗോള പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സംഘടനകളുടെ നവീകരണം ഉടൻ നടപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യയും ഫിൻലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബും കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ചർച്ചയിൽ ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നിവയിൽ ഊന്നിയുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഇരു രാജ്യങ്ങളും തുടക്കമിട്ടു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഫിൻലാൻഡ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയാണിത്. ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ രൂപരേഖ തയ്യാറാക്കി. ഭാവി സാങ്കേതിക വിദ്യകളായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 6G നെറ്റ്വർക്ക്, സെമി കണ്ടക്ടർ നിർമ്മാണം എന്നിവയിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ പദ്ധതികൾക്കും ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനും മുൻഗണന നൽകുന്ന ധാരണാപത്രങ്ങൾ കൈമാറി. പരിസ്ഥിതി സംരക്ഷണം, നൈപുണ്യ വികസനം എന്നീ മേഖലകളിലെ സഹകരണവും ഈ സന്ദർശനത്തിലൂടെ കൂടുതൽ ശക്തമാകും. ലോകം നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറുകൾ ഫിൻലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധത്തിന് വലിയ കരുത്തു പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
यूक्रेन हो या पश्चिमी एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के हर प्रयास का समर्थन करते रहेंगे। हम इस बात पर भी सहमत हैं कि बढ़ते हुए ग्लोबल चैलेंजेस के समाधान के लिए ग्लोबल इंस्टीट्यूशंस का रिफॉर्म आवश्यक ही नहीं, अर्जेंट भी है. സന്ദർശനത്തിന്റെ അടുത്ത ഘട്ടമായി നാളെ അലക്സാണ്ടർ സ്റ്റെപ്പ് മുംബൈയിലെ ബിസിനസ് കോൺക്ലേവിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തിയാണ് അനുശോചനം രേഖപ്പെടുത്തിയത്. എംബസിയിൽ തയ്യാറാക്കിയ അനുശോചന പുസ്തകത്തിൽ അദ്ദേഹം ഒപ്പിടുകയും ഇറാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തി. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് ബിൻ ഹമൂദ് അൽ ഖുബൈസി, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരക്ഷിയുമായും ഫോണിൽ സംസാരിച്ചതായി എസ് ജയശങ്കർ അറിയിച്ചു. സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് ഇന്ധനക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. 6ാം ദിവസവും ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി നശിപ്പിക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. അതിനിടയിൽ വിശാഖപട്ടണത്തെ സൈനികാഭ്യാസത്തിനെത്തിയ രണ്ടാമത്തെ ഇറാൻ കപ്പൽ ശ്രീലങ്കൻ സമുദ്ര അതിർത്തിക്ക് സമീപത്തേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇസ്രായേൽ US ആക്രമണ വ്യാപ്തി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിച്ചതോടെ ആശങ്ക ശക്തമാണ്. യുദ്ധം കടലിലേക്കും കൂടി വ്യാപിച്ചതോടെ ആക്രമണത്തിന്റെ വ്യാപ്തി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക മുക്കിയ ഇറാൻ യുദ്ധക്കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 32 പേരെയാണ് ലങ്കൻ നാവികസേന രക്ഷിച്ചത്. അമേരിക്കൻ സൈനിക അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോയാണ് ഐറിസ്തേനയെ തകർത്തത്. വിശാഖപട്ടണത്ത് നടന്ന മിലൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്നു ഐറിസ്തേന. 2ാം ലോകയുദ്ധത്തിനു ശേഷം ടോർപിഡോ ഉപയോഗിച്ച് ഒരു പടക്കപ്പലിനെ US ആക്രമിക്കുന്നത് ഇതാദ്യമായാണ്. കപ്പൽ തകർത്തത് ഒറ്റ ടോർപിഡോ കൊണ്ടാണ്. US-ന്റെ അത്യാധുനിക ടോർപിഡോയായ മാർക്ക് 48 ഉപയോഗിച്ചത്. ശത്രു മുങ്ങിക്കപ്പലുകളെയും തകർക്കുന്ന ജലബോംബാണ് ഈ ടോർപിഡോ. 8 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ ഇതിനാൽ തകർക്കാം. ലക്ഷ്യങ്ങൾ കണ്ടെത്തി തകർക്കാനായി പ്രത്യേക സോണാർ, സെൻസർ സംവിധാനങ്ങൾ ഇതിലുണ്ട്. ഐറിസ്തേന മാത്രമല്ല, ഇറാന്റെ 20ഓളം നാവിക കപ്പലുകൾ തകർത്തുവെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ടെഹ്റാനിൽ ഉൾപ്പെടെ പ്രതിരോധ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുന്നു. US മനുഷ്യാവകാശ സംഘടനയായ ഹരാനയുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് 1 ലക്ഷത്തിലേറെ ആളുകൾ ടെഹ്റാനിൽ നിന്ന് പലായനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച സൈനിക നീക്കത്തിന് സെനറ്റിന്റെ നിർണായക പിന്തുണ. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പ്രമേയമാണ് സെനറ്റ് വോട്ടിനിട്ട് തള്ളിയത്. ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടത് 47-നെതിരെ 53 വോട്ടുകൾക്കാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ ട്രംപിന്റെ യുദ്ധനയത്തിന് അനുകൂലമായ നിലപാടാണ് ഭൂരിഭാഗം അംഗങ്ങളും സ്വീകരിച്ചത്. പ്രമേയം പരാജയപ്പെട്ടതോടെ തടസ്സങ്ങളില്ലാതെ ഇറാനിലെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാൻ ട്രംപിന് സാധിക്കും. അബുദാബിയിൽ ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചു. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് 6 പേർക്ക് പരിക്കേറ്റു. ഐക്കാട് സിറ്റിയിലാണ് സംഭവം. നേപ്പാൾ, പാകിസ്ഥാൻ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് UAE-യിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും നിർദ്ദേശം നൽകി. അതിനിടെ നിയന്ത്രണങ്ങളോടെ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. ഖത്തർ തലസ്ഥാനമായ ദോഹയിലും നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US എംബസിക്ക് സമീപത്തു നിന്നും താമസക്കാരെ ഒഴിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നടന്നത്. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരുടെ ഓവർസ്റ്റേ ഫൈൻ ഒഴിവാക്കുമെന്ന് UAE. നിലവിലെ സാഹചര്യം പരിഗണിച്ചാണ് ഇത്. 2026 ഫെബ്രുവരി 28-നോ അതിനുശേഷമോ ഉണ്ടായ പിഴകൾക്ക് ഇളവ് ബാധകമാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. കുവൈറ്റിൽ തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഉറപ്പു നൽകുന്നു എന്നും കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയം വ്യക്തമാക്കി.
പി കെ ശശിയെ CPM-ന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പുറത്താക്കിയത്. ദീർഘകാലത്തെ CPM ബന്ധം അവസാനിച്ചെങ്കിലും പോരാട്ടം തുടരുമെന്ന് പി കെ ശശി പറഞ്ഞു. ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ശശി ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന വിവരം പുറത്തു വന്നത്. തങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചതാണെന്ന് പി കെ ശശി പറഞ്ഞു. വിമത കൺവെൻഷനല്ല, വിപ്ലവ കൺവെൻഷനാണ് നടക്കുന്നതെന്ന് ശശി കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെ ശശി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. മദ്യപാന സദസ്സിൽ പാർട്ടി സെക്രട്ടറിയെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് CPM മാറിപ്പോയി എന്നും സ്പിരിറ്റ് കേസിലെ പ്രതികൾ പാർട്ടിയിലേക്ക് വരുന്നുവെന്നും ശശി വിമർശിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണോ? നിങ്ങൾ പറ. രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ നിന്ന് സ്പിരിറ്റ് കച്ചവടക്കാരനെ പുറത്താക്കണം. ഒരു സംശയം വേണ്ട, മറയില്ലാതെ ഞാൻ പറയാ, സ്പിരിറ്റ് കച്ചവടക്കാരനെ പുറത്താക്കണം. കേസ് കൊടുക്കട്ടെ എന്റെ പേരിൽ, ഇങ്ങനെ പറഞ്ഞവന് സെക്രട്ടറിയെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കട്ടെ. കേസ് ഞാൻ നടത്തിക്കോളാം, നടത്താം. അവിടെ നിന്ന് തുടങ്ങണം, അടിവരെ തിരുത്തണം. മാത്രല്ല എന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ധാരണ വേണ്ട, എന്നെ അക്കോമഡേറ്റ് ചെയ്താൽ പ്രശ്നം പരിഹരിക്കുന്നിരിക്കണ്ട. കുറേ സഖാക്കൾ പീഡിപ്പിക്കപ്പെട്ടു. ആ പീഡിപ്പിക്കപ്പെട്ട, കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട, തരം താഴ്ത്തപ്പെട്ട സഖാക്കളുണ്ട്. അവരെ എല്ലാവരെയും പൂർവ്വസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അതേസമയം പി കെ ശശി ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണെന്നും അദ്ദേഹത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. പി കെ ശശിയുടെ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതലുള്ള തൻ്റെ സമ്പത്ത് അടക്കം പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിമത നീക്കത്തിൻ്റെ പേരിൽ പി കെ ശശിയെ CPM-ൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സുരേഷ് ബാബുവിൻ്റെ പ്രതികരണം. അപ്പോൾ നിലവിലിപ്പോൾ പി കെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് പി കെ ശശി പറയണതിനൊക്കെ ഇനി മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ പി കെ ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതലുള്ള എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം ഒന്ന് അന്വേഷിക്കുക. ഒരു തരി മണ്ണിൻ്റെ വലുപ്പമോ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ വരുമാനത്തിൽ നിന്നും അധികമായി എന്തെങ്കിലും ഒരു തരിയുടെ സമ്പത്തിൻ്റെ വലുപ്പമോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാനിപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPM നീക്കം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജി സുധാകരനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി അധിക്ഷേപിച്ചതല്ല എന്നും MV ഗോവിന്ദൻ ജി സുധാകരനെ ധരിപ്പിച്ചു. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ് ജി സുധാകരൻ. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പരിഗണിക്കേണ്ടതില്ല എന്ന MV ഗോവിന്ദന്റെ മറുപടിയും പിന്നാലെയുള്ള ചിരിയുമാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന നിലപാട് സുധാകരൻ എടുത്തത്. എന്നാൽ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് നിലവിൽ CPM നേതൃത്വം. ഇതിന്റെ ഭാഗമായി MV ഗോവിന്ദൻ ജി സുധാകരനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. താൻ പരിഹസിച്ചതല്ലെന്നും മാധ്യമപ്രവർത്തകർ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും MV ഗോവിന്ദൻ സുധാകരനെ ധരിപ്പിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ലെന്നുമായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ന്യായം. സുധാകരനോട് പാർട്ടി അംഗത്വം പുതുക്കണമെന്നും സെക്രട്ടറി ആവശ്യപ്പെട്ടു. എന്നാൽ മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന നിലപാട് പാർട്ടി സെക്രട്ടറിയോടും ആവർത്തിക്കുകയാണ് സുധാകരൻ. പാർട്ടി നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ച ജി സുധാകരനെ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി A നാസറും ഫോണിൽ വിളിച്ചു. അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകില്ലെന്നായിരുന്നു സുധാകരന്റെ മറുപടി. സുധാകരൻ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അനുനയ നീക്കവുമായി മുന്നോട്ടു പോകാനാണ് CPM-ന്റെ ശ്രമം. അതേസമയം പാർട്ടിയിൽ നിന്നും മാറി സ്വതന്ത്രനായി സുധാകരൻ മത്സരിച്ചാൽ കോൺഗ്രസ് പിന്തുണ നൽകിയേക്കും. ഈ സാഹചര്യം കണക്കിലെടുത്ത് മുതിർന്ന നേതാവായ സുധാകരനെ പിണക്കാതെ ഒപ്പം നിർത്താൻ തന്നെയാകും CPM നേതൃത്വം ശ്രമിക്കുക. അമൃത ന്യൂസ്, ആലപ്പുഴ. ജി സുധാകരൻ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കില്ലെന്നും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് പാർട്ടിക്കായി ഉപയോഗിക്കൂ എന്നാണ് കരുതുന്നതെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി. പരിഭവങ്ങൾ ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്ഥാനത്തിൻ്റെ ഒരു കരുത്താണ് ഞങ്ങൾ ജി സുധാകരൻ സാർ എന്ന് വിളിച്ചു തുടങ്ങിയ സഖാവ് ജി സുധാകരൻ.
അപ്പം അദ്ദേഹത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും നിങ്ങളെല്ലാം കൂടി എഴുതിയും പറഞ്ഞും ചിത്രീകരിച്ചും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ യാതൊരു തരത്തിലുള്ള മോശമായ കാര്യങ്ങളും ഉണ്ടാവില്ല. അതേസമയം ജി സുധാകരനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നും കോൺഗ്രസിന് ഏറെ ബഹുമാനമുള്ള ഒരാളാണ് ജി സുധാകരനെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. CPM ശിഥിലീകരണം നേരിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാവരും വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ നിരന്തരമായി അദ്ദേഹത്തെ അവിടെ സംസാരിക്കുന്ന ഒരാളാണ്. വലിയ ബഹുമാനവും ആദരവുള്ള ഒരാളാണ്. ഇത് ഇപ്പം പറയുന്നതല്ല, പാർട്ടി വിടാൻ പോയപ്പോഴല്ല, മന്ത്രിയായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തെ കുറിച്ച് ആദരവോടുകൂടി, ഞാനൊന്നും നിങ്ങൾക്കറിയാലോ, എല്ലാ മന്ത്രിമാർക്കും എതിരായിട്ടൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആദരവോടുകൂടി അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ കേരളത്തിലെ മന്ത്രിമാരിൽ അഴിമതി നടത്താത്ത മന്ത്രിയാണ് ജി സുധാകരനെന്ന് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയെ അവഹേളിച്ച നടപടി ശരിയല്ല. ഞങ്ങൾ ആരും ജി സുധാകരനെതിരെ ഒരു ആരോപണവും ഉയർത്തിയിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിലാണ് പാർട്ടി സെക്രട്ടറി എന്നും ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിൽ മന്ത്രിമാരിൽ ഏറ്റവും അഴിമതി നടത്താത്ത ഒരു മന്ത്രി എന്നുള്ള പേരുള്ള ആളാണത്. PWD വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ഒരാരോപണവും അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ്. 63 വർഷം പാർട്ടി പ്രവർത്തിച്ചു. സ്വന്തം കുടുംബത്തിലൊരു രക്തസാക്ഷി വരെയുണ്ട്. LDF സർക്കാരിന് വേണ്ടി സർക്കാർ ചെലവിൽ കോടികളുടെ പരസ്യവുമായി PRD UDFനെ പരിഹസിക്കുന്ന തരത്തിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകളെന്ന അടിക്കുറിപ്പോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ UDF ഭരണകാലത്തെ പരിഹസിച്ചും LDF സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും സർക്കാർ പരസ്യം. പ്രമുഖ ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങളുടെ മുൻ പേജുകളിൽ വാർത്തകളുടെ മാതൃകയിലാണ് സർക്കാർ ഈ പരസ്യം നൽകിയിരിക്കുന്നത്. 10 വർഷം മുൻപ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ എന്ന അടിക്കുറിപ്പോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. പൂട്ടലിന്റെ വക്കിൽ KSRTC, ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, പെൻഷൻ മുടങ്ങിയിട്ട് 18 മാസം, പരീക്ഷ എഴുതിയത് പാഠപുസ്തകങ്ങൾ ഇല്ലാതെ തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. മറ്റൊരു പേജിൽ ഇതേ മേഖലകളിലെ സർക്കാർ പുരോഗതിയും നേട്ടങ്ങളും വാർത്തയാക്കിയിരിക്കുന്നു. CPMന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് PRD നികുതിപ്പണം ചെലവാക്കുന്നതിൽ ഇതിനോടകം വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. നാട്ടുകാരുടെ പൈസയെടുത്ത് പരസ്യം ചെയ്യുന്നതിനെ നിയമപരവും രാഷ്ട്രീയപരവുമായി നേരിടുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇന്ന് PRD ഓഫീസ് AKG സെന്ററിലാണ് പ്രവർത്തിക്കുന്നത്. കോടാനുകോടി രൂപയാണ് ദൂർത്തടിച്ച് സ്വന്തം നഷ്ടപ്പെട്ട പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡേറ്റ ചോർച്ച കേസിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. അതുവരെ സന്ദേശങ്ങൾ അയക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് കോടതി രേഖപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായിച്ചവർക്ക് സന്ദേശം അയക്കാൻ അനുമതി തേടി സർക്കാർ ഉപഹർജി നൽകിയിരുന്നു. ഹർജിക്കാർ അതിൽ എതിർപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് കോടതി കേസിൽ വാദം കേട്ട് വിധി പറയാൻ മാറ്റിയത്. ഭരണ നേട്ടങ്ങൾ അറിയിക്കാൻ സ്പാർക്കിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ഫോൺ നമ്പറുകൾ ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് ഹർജി. തുടർന്നും സന്ദേശങ്ങൾ അയക്കുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു. അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിയായ ജാസ്ലിയ ജോൺസന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ച കോട്ടയം സ്വദേശി ഡോക്ടർ ശ്രീയഗ് P. ജോർജിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. അപകടം നടന്ന ദിവസങ്ങളായിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ ഇന്നലെ സഹപാഠികളും അധ്യാപകരും അടക്കം പ്രതിഷേധവുമായി അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അതേസമയം ജാസ്ലിയയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി എറണാകുളം റൂറൽ SP KS സുദർശനൻ അറിയിച്ചു. അപകടം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. ഇടുക്കിയിലടക്കം വിവിധ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് റൂറൽ SP പറഞ്ഞു. ജാസ്ലിയയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആലുവ DYSPയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും SP അറിയിച്ചു. പ്രതിയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
കഴിഞ്ഞ മാസം 28-ന് പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് കോളേജ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ദേശീയപാതയിൽ അങ്കമാലി ടെലിക്ക് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ജാസ്ലിയയുടെ മരണത്തിന് കാരണമായ അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അമിത വേഗതയിൽ നിർത്താതെ പോയ കാർ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇയാളുടെ മകനും ഡോക്ടറുമായ സിറിയക്കാണ് വാഹനം ഓടിച്ചിരുന്നത്. കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകൾ പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം അപകടം സംഭവിച്ച 6 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവുമായി ജാസ്ലിയയുടെ മാതാപിതാക്കൾ. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇതുവരെ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും കുടുംബം ആരോപിച്ചു. 6 ദിവസമായി കുഞ്ഞ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ട് ഇതുവരെ നമുക്ക് ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 6 ദിവസം കൊണ്ട് നമ്മളുടെ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വളർന്ന സമയത്തും CCTV ക്യാമറകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് പോലും ആളെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രതി എന്ന് പറഞ്ഞ ആൾ ഒരു ഡോക്ടറാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഇന്നലെ ഞാൻ അറിഞ്ഞ്. അപ്പോൾ ഡോക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ളവരാ. ആള് തന്നെ ഇങ്ങനെ ഒരു ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം അനുവദിക്കരുത്. അടിവസ്ത്രത്തിൽ മാറ്റം വരുത്തിയത് തൊണ്ടി മുതൽ ആന്റണി രാജുവിൻ്റെ കൈവശം ഇരുന്നപ്പോഴാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ളത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്നും ആ ആവശ്യത്തിന് ശിക്ഷ മരവിപ്പിക്കരുതെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ജൂനിയർ അഭിഭാഷകനായിരുന്ന പ്രതി തൊണ്ടി മുതൽ തിരിമറി നടത്തിയതിന് തെളിവുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിനാണ് പ്രോസിക്യൂഷന്റെ മറുപടി. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ നടപടിയുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. VC ഡോക്ടർ KK ഗീതാകുമാരിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കി. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന് സംസ്കൃത സർവകലാശാലയുടെ അധിക ചുമതല നൽകി. BFA തോറ്റ വിദ്യാർത്ഥിക്ക് MFA പ്രവേശനം നൽകിയതുമായി ബന്ധപ്പെട്ടതാണ് നടപടി. തോറ്റ BFA വിദ്യാർത്ഥിയെ പാസ്സാക്കുവാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം തടയണമെന്നുള്ള ഗവർണറുടെ ഉത്തരവ് നടപ്പാക്കാൻ VC വിസമ്മതിക്കുകയായിരുന്നു. ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറുന്നു. 10 തവണ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചരിത്രം കുറിച്ച നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ സംസ്ഥാന ഭരണ തലപ്പത്ത് വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ബീഹാർ രാഷ്ട്രീയത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന നിതീഷ് കുമാർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് പട്നയിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം രാജ്യസഭയിലേക്ക് പത്രിക സമർപ്പിച്ചത്. BJP അധ്യക്ഷൻ നിതിൻ നവീനും അദ്ദേഹത്തോടൊപ്പം പത്രിക നൽകി എന്നത് NDA സഖ്യത്തിനുള്ളിലെ പുതിയ അധികാര സമവാക്യങ്ങളുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അതേസമയം നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ മാറ്റത്തിൽ ഏറെ വൈകാരികമായിട്ടാണ് അണികൾ പ്രതികരിച്ചത്. सैकड़ों महिलाओं ने पुरुषों ने वोट किया है, हजारों कार्यकर्ता रो रहे हैं. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ അപൂർവമായ ഒരു നേട്ടത്തിനു കൂടിയാണ് നിതീഷ് കുമാർ ഇതോടെ അർഹനാകുന്നത്. നിയമസഭ, നിയമനിർമ്മാണ കൗൺസിൽ, ലോക്സഭ എന്നിവയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും അംഗമാകുന്നതോടെ 4 സഭകളിലും പ്രവർത്തിച്ച പരിചയസമ്പന്നനായി അദ്ദേഹം മാറും. എന്നാൽ ഈ നീക്കം ബീഹാർ ഭരണത്തിൽ വലിയ അഴിച്ചുപണികൾക്കും കാരണമാകുന്നുണ്ട്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതോടെ BJPയിൽ നിന്നുള്ള ഒരു നേതാവാകും അടുത്ത മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുക എന്നാണ് സൂചനകൾ. JDU-വിനെ കേന്ദ്ര മന്ത്രിസഭയിൽ സജീവമാക്കാനും നിതീഷ് കുമാറിന് കേന്ദ്രത്തിൽ നിർണായക പദവി നൽകാനും BJP ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം നിതീഷ് കുമാറിന്റെ ഈ മാറ്റം ബീഹാറിൽ JDU-വിന്റെ സ്വാധീനം കുറയ്ക്കുമെന്ന് പ്രതിപക്ഷമായ RJD ആരോപിക്കുന്നു. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ബീഹാർ ജനത ഉറ്റുനോക്കുന്നത് തങ്ങളുടെ അടുത്ത നായകൻ ആരായിരിക്കും എന്നതിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാജ്യസഭാ MP-യായി വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന നിതീഷ് കുമാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടവും ബീഹാറിൻ്റെ ചരിത്രത്തിൽ സുവർണാധ്യായമായി എഴുതപ്പെടും. MLA, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ നിലകളിൽ വർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ നിതീഷ് കുമാറിൻ്റെ കൈകൾ ശുദ്ധമാണെന്നും അമിത്ഷാ പാട്നയിൽ പറഞ്ഞു. നിതീഷ് കുമാർ രാജ്യസഭാ അംഗമാകുന്നതോടെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാനുള്ള ചർച്ചകളും അമിത്ഷായുടെ നേതൃത്വത്തിൽ പാട്നയിൽ നടക്കുകയാണ്.
ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ സ്വകാര്യ ഓഡിറ്റർ വിജയൻ അസോസിയേറ്റ്സ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാക്കി. കണക്കിലെ പൊരുത്തക്കേടുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് 10 ദിവസത്തിനകം ഹാജരാക്കണമെന്ന് ഓഡിറ്ററോട് കോടതി ആവശ്യപ്പെട്ടു. പ്രഥമദൃഷ്ട്യാ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ഹൈക്കോടതി നേരിട്ട് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ട് തേടിയത്. കേരള സ്റ്റോറി 2 സിനിമയുടെ പേര് മാറ്റാൻ ആവശ്യപ്പെട്ട ഹർജിക്കാരന് ഹൈക്കോടതിയുടെ വിമർശനം. ഹർജിയിൽ പ്രദർശനാനുമതി നൽകിയ ഡിവിഷൻ ബെഞ്ചിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ചീഫ് ജസ്റ്റിസ് ആരോപിച്ചു. ഹർജിക്കാരൻ കോടതിയിൽ മാപ്പ് പറഞ്ഞു. പിഴവ് തിരുത്തി വീണ്ടും ഹർജി നൽകാനാണ് അനുമതി. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റിന് അവകാശമുന്നയിച്ച പിറവം സ്വദേശിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. യഥാർത്ഥ ടിക്കറ്റ് ലോട്ടറി വകുപ്പ് കോടതിയിൽ ഹാജരാക്കിയത് പരിശോധിച്ച ശേഷമാണ് കോടതി ഹർജി തള്ളിയത്. ടിക്കറ്റ് ഹാജരാക്കിയ വ്യക്തിക്ക് സമ്മാനത്തുക നൽകാൻ തടസ്സമില്ല എന്നും കോടതി വ്യക്തമാക്കി. എറണാകുളം കറുകപ്പള്ളിയിൽ കാർ അപകടം. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന 3 ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചത്. 3 യുവാക്കൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്ത് ഓർത്തഡോക്സ് സഭ. ലോകസമാധാനത്തിനായി വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് ബസിലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. സമാധാനം സൃഷ്ടിക്കേണ്ടവർ യുദ്ധത്തിൽ ഹരം കണ്ടെത്തുമ്പോൾ മനുഷ്യകുലത്തിന്റെ പ്രതീക്ഷകൾ തകരുകയാണ്. ഗൾഫ് മേഖലയിലുള്ള ഏവരെയും ഓർത്തഡോക്സ് സഭ ചേർത്തുപിടിക്കുന്നുവെന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. അശാന്തിയുടെ കാർമേഘം നീങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ഞായറാഴ്ച, അതായത് മാർച്ച് 8-ാം തീയതി നമ്മുടെ ദേവാലയങ്ങളിൽ ലോകസമാധാനത്തിനായി പ്രത്യേക പ്രാർത്ഥന നടത്തണം. ദൈവസന്നിധിയിലുള്ള അപേക്ഷകൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും. പശ്ചിമേഷ്യയിൽ കഴിയുന്ന ഏവരുമേ, മലങ്കര സഭ നിങ്ങൾക്കൊപ്പമുണ്ട്. സന്തോഷത്തിൽ നാം എങ്ങനെ ഒന്നായിരുന്നുവോ അപ്രകാരം തന്നെ പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിലും നമുക്കൊരുമിച്ച് സമാധാനത്തിനായി കാംക്ഷിക്കാം, പ്രാർത്ഥിക്കാം. കായിക വാർത്തകൾ നോക്കാം. ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. T20 ലോകകപ്പിൻ്റെ 2ാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് കരുത്തരായ ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 7 മണി മുതലാണ് മത്സരം. ടോസ് നിർണായകമാണ്. വളരെ ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകരും. अपना नाम बताइए, क्या नाम है आपका? सर मेरा नाम ये भार्गव सर, मैं आंध्रा से आया मैच के लिए। आज इंडिया इंग्लैंड मैच है ना सर, बड़ा बढ़िया मैच है। आज पक्का इंडिया विन हो गया। इंडिया विन बट भारी विन है, ठीक है। इंग्लैंड इन केस 120-130, ठीक है ना, ऑल आउट हो गया। पक्का 14 ओवर्स में मैच विन हो गया कंफर्म। I already got the final ticket, but not get the semi-final ticket due to heavy demand. So how hopeful you are that Sanju Samson will score runs like he did in against West Indies in Kolkata? Sanju Samson is in the form. He can manage the pressure than batting in the second spell. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജിൻ ചേരുന്നുണ്ട്. ലിജിൻ, ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ സഞ്ജു സാംസണിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയെ സെമിയിലേക്ക് ഒരു പ്രവേശനം കിട്ടിയതിന് സഞ്ജുവിൻ്റെ പ്രകടനമാണ്. ഒരു ആവേശം ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. സഞ്ജുവിന് ഒരു പ്രഷർ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്. റണ്ണൊഴുകുന്ന പിച്ചിൽ എന്തായിരിക്കും ഇന്ത്യയുടെ പ്രതീക്ഷ? മാത്രമല്ല, ഒരു ടോസിൻ്റെ സമയം എത്താറായെന്ന് തോന്നുന്നു. ഫൈനൽ, അതായത് അന്തിമ പട്ടിക, കളിക്കുന്ന പ്ലേയിങ് 11ൻ്റെ പട്ടിക തയ്യാറായിട്ടുണ്ടോ? രാജേഷ്, തീർച്ചയായിട്ടും വളരെ ആവേശകരമായ ഒരു മത്സരത്തിന് കേവലം മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ടോസ് ഇടും. എന്തായാലും 2 ടീമുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരു ടീമുകളെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മത്സരമാണ്. ഫൈനലിലേക്ക് എത്താൻ ഇന്നത്തെ മത്സരം 2 പേർക്കും വിജയിച്ചേ തീരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പേരും കരുത്തരായ തുല്യ ശക്തികളാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഗ്രൂപ്പ് മത്സരങ്ങളാണെങ്കിലും സൂപ്പർ 8 പോരാട്ടങ്ങളാണെങ്കിലും ഇരു ടീമുകളും കളിച്ച ഒരു രീതി നമ്മുടെ മുൻപിലുണ്ട്. ഏറ്റവും പ്രധാനമായും ഇന്ത്യൻ ടീമിനെ പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഒരുപടി
മുൻപിലാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും അതുപോലെ ശക്തമാണ്. ഇടയ്ക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മാത്രമാണ് ഇന്ത്യ ചെറുതായി ഒന്ന് പതറിപ്പോയത്. അതിനുശേഷം മലയാളി താരം സഞ്ജു സാംസൺ, ഈ ആരാധകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഓപ്പണർ സഞ്ജുവിൻ്റെ ആ ഒരു മിന്നുന്ന ഫോം തന്നെയാണ്. അത് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് സഞ്ജുവിനെ വഴിതെളിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ് എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും സഞ്ജു ഒപ്പം തന്നെ അഭിഷേക് ശർമ്മ, ഈ രണ്ടുപേരുടെയും ഓപ്പണിംഗ് വളരെ നിർണായകമാണ് മത്സരത്തിലുടനീളം. അതിനുശേഷം വരുന്ന സൂര്യകുമാർ യാദവ് ആണെങ്കിലും അതിനുശേഷം വരുന്ന തിലക് വർമ്മ അടക്കമുള്ള, ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള, ശിവം ദുബൈ അടക്കമുള്ള വമ്പൻ പേര് കേട്ട താരങ്ങൾ ഒരു പിടിയുണ്ട്. പക്ഷെ അപ്പോഴും മറുവശത്ത് ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് നിര വളരെ ശ്രദ്ധയോടെ നമുക്ക് അത് നോക്കേണ്ടതാണ്. കാരണം ജോഫ്രെ ആർച്ചർ കഴിഞ്ഞ തവണ 5 T20 മത്സരങ്ങളിലും സഞ്ജുവിനെ പുറത്താക്കിയത് ജോഫ്രെ ആർച്ചറിൻ്റെ ഈ ഷോർട്ട് ബോളുകളായിരുന്നു. സഞ്ജു പലപ്പോഴും ഈ വിക്കറ്റ് കളഞ്ഞു കൊടുക്കുന്നതും ഈ ഷോർട്ട് പിച്ച് പന്തുകൾക്ക് മുൻപിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നെറ്റ്സിൽ പരിശീലനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സഞ്ജു പരിശീലിച്ചതും ഈ ഷോർട്ട് പിച്ച് ബോളുകളെ എങ്ങനെ നേരിടാം എന്നുള്ളതായിരുന്നു. ഇനി മറുവശത്ത് ഇംഗ്ലണ്ടിനെ ഒരിക്കലും നമുക്ക് എടുത്തു തള്ളാൻ സാധിക്കില്ല. കാരണം അവരുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് തന്നെയാണ് ആ ബാറ്റിംഗ് നിരയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഫിലിപ്പ് സാൾട്ടും അതിനുശേഷം വരുന്ന അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ജോസ് ബട്ട്ലറുണ്ട്. ഇന്ത്യയിൽ നിരവധി തവണ അദ്ദേഹം IPL കളിച്ച് ആ ഒരു പരിചയമുള്ളൊരു താരം കൂടിയാണ് ജോസ് ബട്ട്ലർ. മാത്രവുമല്ല അവരുടെ ബാറ്റിംഗ് നിര വലിയ ഡെപ്ത് ഉള്ളതാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു വിക്കറ്റ് പോയാൽ തന്നെ അത് കവർ ചെയ്ത് പോകാൻ അവർക്ക് പല മത്സരങ്ങളിലും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പിച്ചിലേക്ക് വരികയാണെങ്കിൽ നിർണായകമായ ടോസ് വളരെ നിർണായകമാണ്. കാരണം വാങ്കഡയെ സംബന്ധിച്ചിടത്തോളം റൺ ഒഴുകുന്ന പിച്ചാണെങ്കിൽ പോലും രണ്ടാമത് ബാറ്റ് ചെയ്തവർക്കാണ് 80% വിജയം ലഭിച്ചിട്ടുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ആദ്യം ടോസ് ലഭിക്കുന്നവർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എതിർ ടീമിനെ ബാറ്റിങ്ങിലേക്ക് അയക്കാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സെമി ഫൈനൽ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഇന്ത്യൻ മണ്ണിലാണ് കളിക്കുന്നത്. ആരാധകരുടെ സമ്മർദ്ദമുണ്ട്. എന്തായാലും ഫൈനലിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു മത്സരത്തിനാണ് എന്തായാലും വാങ്കഡെ അല്പസമയത്തിനകം വേദിയാകാൻ പോകുന്നത്. ടോസ് ഇപ്പോൾ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ച അന്തിമ 11-ൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം അതേ പ്ലേയിങ് 11-ലെ തന്നെ ഇത്തവണ ഈ സെമിയിലും നിലനിർത്താനാണ് സാധ്യത ഉള്ളതാണ്. പക്ഷേ മറുവശത്ത് ഇംഗ്ലണ്ടും സമാനമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് അവരൊക്കെ തന്നെ പറഞ്ഞത് സെയിം ടീമിനെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ ടീമിനെ തന്നെ നിലനിർത്തും. ഞാൻ ഇടപെട്ടുന്നു. ഇംഗ്ലണ്ട് ചോസ് ടു ഫീൽഡ്, ടോസ് കിട്ടിയിരിക്കുന്നു. ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടോസ് കിട്ടിയ ഫീൽഡിംഗ് അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ടോസ് നിർണായകമാണ് എന്നുള്ളതാണ്. കാരണം വാങ്കഡയെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് സമയം കഴിയുമ്പോൾ പിച്ചിൽ ഈ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ പന്തിൻ്റെ വേഗം, സാധാരണഗതിയിൽ പന്തിൻ്റെ വേഗതയൊക്കെ കുറയുന്നതാണ്. പക്ഷേ വാങ്കഡയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, റൺ ഒഴുകുന്ന പിച്ചാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്കാണ് അവിടെ ഇതുവരെയുള്ള റെക്കോർഡുകളിൽ, അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവരാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. സ്വാഭാവികമായും മികച്ചൊരു സ്കോർ കണ്ടെത്തുക എന്ന് തന്നെയായിരിക്കും ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വഴി. ഇതിൻ്റെ മറ്റൊരു വിഷയം, ഇപ്പോൾ ലിജിൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ഒരു അനുകൂല സാധ്യതയാണ് കൽപ്പിക്കുന്നത്. മുമ്പൊരു ചരിത്രവും അത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ബാറ്റ് ചെയ്ത് രണ്ടാമത് എതിരാളികളെ എറിഞ്ഞിടുക എന്നുള്ള ഒരു വിജയമാണല്ലോ ആവർത്തിച്ച് വന്നിരുന്നത്. ഏറ്റവും ഈ സമീപ കളികളെല്ലാം ഇന്ത്യ ആദ്യം നല്ല ഒരു കൂറ്റൻ സ്കോർ അല്ലെങ്കിൽ എടുത്ത സ്കോർ മികച്ചതാക്കിയതിന് ശേഷം ബൗളിംഗ് കരുത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു ആനുകൂല്യം ഇവിടെ ലഭിക്കാൻ സാധ്യത എത്രത്തോളം? തീർച്ചയായിട്ടും എന്തായാലും ഇന്ത്യയുടെ ബൗളിംഗ് നിര എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറ അടക്കമുള്ള ബൗളിംഗ് നിര, സ്പിന്നർമാരുണ്ട്, വരുൺ ചക്രവർത്തി അടക്കമുള്ളവർ കഴിഞ്ഞ മത്സരങ്ങളിൽ എങ്ങനെയാണ് പന്തെറിഞ്ഞത് എന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇംഗ്ലണ്ട് ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1-2 പേർ മാത്രമാണ് ഈ സ്പിന്നിനെ വളരെ മികച്ച രീതിയിൽ കളിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ജോസ് ബട്ട്ലറെ പോലെയുള്ള താരങ്ങൾ ഇന്ത്യൻ പിച്ചിൽ നിരവധി തവണ നിരവധി മത്സരങ്ങൾ IPL കളിച്ച് പരിചയസമ്പന്നരാണ്. അവർക്കറിയാം എങ്ങനെയാണ് ഇന്ത്യൻ സ്പിന്നേഴ്സിനെ നേരിടേണ്ടത് എന്നുള്ളത്. അതിനുശേഷം വരുമ്പോൾ സ്വാഭാവികമായി ഒരു മധ്യനിര ഓവറുകളിൽ പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ എറിയുന്ന, ശിവം ദുബൈ എറിയുന്ന ഓവറുകളൊക്കെ വളരെ നിർണായകമായിരിക്കും. തീർച്ചയായിട്ടും ഡെപ്ത് ഓവറുകളിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും എറിയുക. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു മികച്ച സ്കോർ പടുത്തുയർത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നേരത്തെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ടീം സ്വീകരിച്ചൊരു നിലപാട് ഫസ്റ്റ് ഒരു സ്ഫോടനാത്മകമായ തുടക്കം നൽകുക. അതാണ് സഞ്ജു കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മത്സരത്തിൽ നടത്തിയതും. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ആങ്കർ എന്ന നിലയ്ക്ക് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ച സ്കോർ കണ്ടെത്തുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിലുള്ളത്. സ്വാഭാവികമായും ഒറ്റ മത്സരം, ഈ ഒരു മത്സരം ജയിച്ചാൽ ഫൈനലിലേക്ക് പോകാം. ആരായിരിക്കും കിവികളെ 8-ാം തീയതി നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ നേരിടുന്നത് എന്നത് ഇനി അറിയാൻ കേവലം മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുക.
2020 ലോകകപ്പിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യ ബാറ്റ് ചെയ്യും. പ്ലേയിങ് 11-ൽ മാറ്റമില്ല.